ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഫ്രോതി ആയിട്ടുള്ള ഒരു കോഫിയുടെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഒരു മെഷീനും ആവശ്യമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈ കോഫി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ സെയിം രീതിയിൽ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് തന്നെ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് എത്രയാണോ പഞ്ചസാര ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/2 ടീസ്പൂണിൽ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തിട്ടുള്ള കോഫി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഞാനിതൊരു 30 സെക്കൻഡ്സ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് മൈക്രോവേവ് ചെയ്യാം, ആ പഞ്ചസാരമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് പാലെടുത്ത് ഇതിനെ ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്യാം. ഹൈ പവറിലാണ് ചെയ്തെടുക്കുന്നത്. തണുപ്പുള്ള പാലാണെങ്കിൽ ഏകദേശം 2 മിനിറ്റ് വേണ്ടി വരും. നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ 1 മിനിറ്റ് മതിയാവും. അതിനുശേഷം ഞാനിതൊരു ഫ്ലാസ്കിലോട്ട് മാറ്റി നമുക്കിത് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഈ ഇതുപോലെ ഫ്ലാസ്കിലോട്ട് എന്തിനാണ് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല ചൂടുണ്ട്, പിന്നെ അതിൻ്റെ പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫ്ലാസ്കിനെ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ജാറിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ അതിൽ പ്രഷർ ഫോം ചെയ്യും, അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇതുപോലെയുള്ള ഫ്ലാസ്കിൽ തന്നെ നമ്മൾ ഷേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഇതൊരു 30 സെക്കൻഡ്സ് മുതൽ 1 മിനിറ്റ് വരെ നമ്മൾ ഷേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫിയും പിന്നെ ഈ ഒരു നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള പാലും കൂടി നമുക്ക് ഒന്നിച്ചാക്കി കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലോട്ട് മാറ്റാം. ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ പാല് ഷേക്ക് ചെയ്ത് അതിന് ശേഷം ചൂടാക്കുന്ന മെത്തേഡിൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുക. ഇനി നെക്സ്റ്റായിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചൊരു കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രമേ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇതിന് പകരം കോഫി പൗഡർ ചേർത്താലും മതി. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രോത്തി ഈസി കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.